ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് റമദാൻ മുബാറക്. അപ്പോൾ നോമ്പൊക്കെ എല്ലാവരും എങ്ങനെ പോകുന്നു? ഞങ്ങൾക്കിവിടെ സുഖമാണ്, അൽഹംദുലില്ലാ. അപ്പോൾ പെരുന്നാളൊക്കെ ആകാനായല്ലോ, എല്ലാവരും ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞോ? പെരുന്നാൾ ഡ്രസ്സൊക്കെ എടുത്തോ? നമ്മൾ ഏതായാലും പെരുന്നാൾ ഷോപ്പിങ്ങിനെ ഇറങ്ങിയതാണ്. രാവിലെ ഒരു 9 മണിക്ക് ഇറങ്ങണം എന്നായിരുന്നു വിചാരിച്ചത്, പക്ഷേ 11 മണിയായി ഇറങ്ങിയപ്പോയേക്കും. അപ്പോൾ നിങ്ങളുടേതൊക്കെ എന്തായി? ഷോപ്പിംഗ് എല്ലാവരും കഴിഞ്ഞോ? റമദാൻ കഴിയാനായല്ലോ. അപ്പോൾ ഞങ്ങളിന്ന് കുട്ടികൾക്ക് ഒഴിവുള്ള ദിവസം ദിവസം തന്നെ തിരഞ്ഞെടുത്തതാണ്. നല്ല തിരക്കുണ്ടാവാൻ ചാൻസുള്ള ദിവസമാണെന്ന്. പക്ഷേ റോഡിലൊന്നും വലിയ തിരക്കൊന്നുമില്ല കേട്ടോ. ഞങ്ങൾ വിചാരിച്ച അത്രയൊന്നും തിരക്ക് ഇല്ല. അപ്പോൾ ഞങ്ങൾക്കിവിടെ അടുത്ത ടൗൺ തന്നെ വേണ്ട പറയണ്ട. അപ്പോൾ അങ്ങോട്ടാണ് ഞങ്ങൾ ഡ്രസ്സ് വാങ്ങാൻ പോയത്. അപ്പോൾ മോൻ്റെ സൈക്കിൾ കിടന്നിട്ടുണ്ടായിരുന്നു, അത് നന്നാക്കാൻ അവിടെ കൊടുത്ത്. പിന്നെ ഫസ്റ്റ് തന്നെ എനിക്ക് ഡ്രസ്സ് എടുക്കാനായിട്ട് പോയത്. നമ്മുടെ റഷീദ വെഡിങ് സെൻറ്ററിലാണ് പോയത്. നല്ല തിരക്കുണ്ട്, ആൾക്കാർ എമ്പാടുമുണ്ട്. ഡ്രസ്സാണെങ്കിൽ വലിച്ചു വാരിയിട്ടിരിക്കുകയാണ്. ഒരുപാട് ഡ്രസ്സ് ഇവിടെ പാടുണ്ട്. ഇത് കണ്ടിട്ട് തന്നെ ഏതെടുക്കുന്നില്ല ഒരു കൺഫ്യൂഷനാണ്. ഇങ്ങനെ ഒരുപാട് ഡ്രസ്സ് വലിച്ചു വാരിയിട്ടത് കൊണ്ടാണോ എനിക്കറിയില്ല. എൻ്റെ കണ്ണിന് ഏത് പിടിക്കണില്ല കേട്ടോ. കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് നോക്കി, പക്ഷേ ഏതിൻ്റെ കണ്ണിന് പിടിക്കണില്ല. കുറേ നേരം ഒരു 2 മണിക്കൂറോളം ഞാൻ എനിക്കുള്ള ഡ്രസ്സ് വേണ്ടി തിരഞ്ഞു കേട്ടോ. അവസാനമൊക്കെ പറഞ്ഞു ഇനിയിപ്പോൾ നേരെ ഒരുപാടായിട്ടുണ്ട്, ഇനിയിപ്പോൾ പോകാൻ മക്കൾക്ക് എടുക്കണ്ടേ. അപ്പോൾ എനിക്കതാണ് നല്ലത് എന്ന് തോന്നി, കാരണം മക്കളൊക്കെ ക്ഷീണിച്ചിട്ടുണ്ട് നോമ്പായതുകൊണ്ട്. അപ്പോൾ ഞാൻ തൽക്കാലം എനിക്ക് 2 മാക്സിയും പിന്നെ അതുപോലെ ഷോള് അങ്ങനത്തെ ചെറിയ സാധനങ്ങളൊക്കെ എടുത്ത് ബില്ലാക്കി ഞങ്ങൾ അവിടെ നിന്നും ഇറങ്ങി. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത കടയിൽ നിന്ന് തന്നെയാണ് ഇക്കക്കുള്ള ഡ്രസ്സ് എടുത്തത്. അവിടുന്ന് തന്നെ മക്കൾക്ക് എടുക്കാമെന്നായിരുന്നു വിചാരിച്ചത്, പക്ഷേ മക്കൾക്ക് അവിടുന്ന് ഡ്രസ്സൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇക്കക്കുള്ള ഡ്രസ്സൊക്കെ എടുത്തു. ഇക്കയുടെ ഷോപ്പിംഗൊക്കെ പെട്ടെന്ന് കഴിഞ്ഞിട്ടോ. ഷർട്ട് ശീല വാങ്ങിയേക്കാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞു. പിന്നെ മക്കൾക്ക് വേറെ കടയിൽ നോക്കാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് മക്കൾക്ക് വേണ്ടി ഞങ്ങൾ 3 കടയിൽ കയറി ഇറങ്ങിയിട്ടോ. പക്ഷേ അവിടെ നിന്നും അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഞങ്ങൾ മാളിലേക്കാണ് പോയത്. അവിടെ പിന്നെ ഇഷ്ടംപോലെ കടകൾ, ചെറിയ കടകൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൽ നിന്ന് ഏതെങ്കിലും ഒരു കടയിൽ നിന്ന് അവർക്ക് ഇഷ്ടപ്പെട്ടത് എടുക്കാം എന്ന് വിചാരിച്ച് അവിടെ പോയി MC മോൾ അതിലേക്കാണ് ഞങ്ങൾ പിന്നെ പോയത് കേട്ടോ. അപ്പോൾ ഒരാൾക്ക് ഒരു കടയിൽ നിന്നും മറ്റൊരു വേറെ കടയിൽ നിന്നുമാണ് ഡ്രസ്സ് എടുത്തത്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ അവർക്ക് ചെരുപ്പ് വേണമെന്ന് പറഞ്ഞു. പിന്നെ ചെരുപ്പ് എടുക്കാൻ പോയി. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തിയപ്പോഴേക്കും 3:30 മണി കഴിഞ്ഞിട്ടുണ്ട്. രാവിലെ 11 മണിക്ക് ഇറങ്ങിയിട്ട് 3:30 മണിയായിട്ടുണ്ട് വീട്ടിലെത്തിയപ്പോഴേക്കും. ഇപ്പോൾ വാങ്ങിയ സാധനമൊക്കെ ടേബിൾ വെച്ച് എല്ലാവരും നിസ്കരിച്ചാൽ വേണ്ടി പോയി. പിന്നെ അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളൊന്ന് വാങ്ങിയത്. ഞങ്ങൾ ഷോപ്പിംഗ് നടത്തിയ സാധനങ്ങളാണ് ഇതൊക്കെ. അങ്ങനെ ഇന്നത്തെ ഷോപ്പിങ്ങിൽ എനിക്ക് ഡ്രസ്സ് എടുത്തിട്ടില്ലെങ്കിലും മക്കൾക്കും ഇക്കക്കും ഇതുപോലെ തന്നെ ഉമ്മക്കൊക്കെ ഡ്രസ്സ് എടുത്തിട്ടാണ്. നമുക്കിനിപ്പോൾ പിന്നെ വീണ്ടും ഒരു ദിവസം പോയി എടുക്കാമെന്ന് വിചാരിച്ചു. വേറെ കടയിൽ പോയി എടുക്കാം. മക്കളുണ്ടായാൽ കഴിയില്ല. മക്കളുണ്ടായാലും അവർക്ക് നോമ്പ് നോറ്റത്തിൻ്റെ ക്ഷീണം എല്ലാം ഉണ്ടാകുമ്പോൾ അവർ ഇങ്ങനെ ബുദ്ധിമുട്ട് വെച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ അവരെ കൂട്ടാതെ തന്നെ ഒരു ദിവസം പോകാം എന്നുള്ള തീരുമാനത്തിലാണ് പിന്നെ ഞാൻ അവിടുന്ന് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കരുത്. അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങളുടെ ഈദ് ഷോപ്പിംഗ് വിശേഷങ്ങൾ എന്ന് കമൻറ്റിലൂടെ പറയാൻ മറക്കരുത്. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.